ഇന്ന് ദേശീയ തലത്തിൽ നിന്ന് വന്ന ഏറ്റവും വലിയ വാർത്തയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ രാജി. ഒപ്പം അതിഷി മർലേനയെ AAP നിയമസഭാ കക്ഷിയോഗം ഏകകണ്ഠമായി ഭാവി ദില്ലി നിയുക്ത മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. അതിഷി മർലേന ഇനി ദില്ലിയെ നയിക്കും. വിഷ്ണു തലവറുണ്ട് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഇന്ന് രാവിലെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് അതിഷി മർലേനയെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. അരവിന്ദ് കെജ്രിവാൾ തന്നെയായിരുന്നു അതിഷിയുടെ പേര് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. എന്തായാലും അതിനു പിന്നാലെ ഇന്ന് വൈകിട്ട് 4:30 അരവിന്ദ് കെജ്രിവാൾ തൻ്റെ രാജി സമർപ്പിച്ചിട്ടുണ്ട്. ദില്ലി ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയിൽ എത്തിയാണ് അരവിന്ദ് കെജ്രിവാൾ രാജി കത്ത് നൽകിയത്. അതോടൊപ്പം തന്നെ അതിഷിയും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒപ്പം ലഫ്റ്റനന്റ് ഗവർണറെ കാണാൻ എത്തിയിരുന്നു. അതിഷി പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അതിഷി ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയെ ദില്ലിയുടെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ദില്ലിയുടെ ചരിത്രത്തിൽ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ടാണ് അതിഷി ഇപ്പോൾ എത്തുന്നത്. നേരത്തെ സുഷമ സ്വരാജ് അതോടൊപ്പം തന്നെ ഷീല ദീക്ഷിത് എന്നീ ശക്തരായ 2 രാഷ്ട്രീയ നേതാക്കളായിരുന്നു ദില്ലിയുടെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് അതിഷിയും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിലവിൽ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അതിഷിക്ക് മുന്നിൽ ഏറെ വെല്ലുവിളികളുമുണ്ട്. ദില്ലിയിലെ പല പ്രശ്നങ്ങൾ, വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ദില്ലിയിൽ നിലനിൽക്കുന്നു. BJPയുടെ അട്ടിമറി ശ്രമം നിലനിൽക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഇതിനെയൊക്കെ അതിഷി എത്രമാത്രം പ്രതിരോധിക്കുമെന്നതടക്കം ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണുന്ന ഒരു വിഷയം തന്നെയാണ്. നിലവിൽ ഈ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചതോടുകൂടി അതിഷിയുടെ സത്യപ്രതിജ്ഞ ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം മന്ത്രിസഭാ പുനഃസംഘടനയും ഉടനുണ്ടാകും. ഈ മന്ത്രിസഭാ പുനഃസംഘടനയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ആർക്കൊക്കെ ലഭിക്കുമെന്നതും വളരെ നിർണായകമാണ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കകത്ത് പുരോഗമിക്കുകയാണ്. വിനിഷ.